രണ്ടാമത്തെ പടവിൽ യാദൃശ്ചികമായ കൈമാറ്റങ്ങളുടെ ഒരു ശൃംഖല പതിയെ പതിയെ രൂപപ്പെടാൻ തുടങ്ങുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കസേര 2 പട്ടുസാരിയായിട്ടും 2 പട്ടുസാരി 10 കിലോ അരിയായിട്ടും 10 കിലോ അരി ഒരു കസേരയായിട്ടും ഒരു കസേര വീണ്ടും മറ്റെന്തെങ്കിലും ആയിട്ടും ഇങ്ങനെ തുലനത്തിന്റെ ഒരു തട്ടിലേക്ക് എത്തിച്ചേരുന്നു. അടുത്ത ഘട്ടത്തിൽ ഈ തുലനത്തിന് പകരം ഒന്ന് കൊടുത്ത് മറ്റൊരു സാധനം എന്ന തുല്യ മൂല്യങ്ങളെ കണ്ടെത്തുന്നതിന് പകരം ഈ മൂല്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പൊതുവായ രൂപം വരുന്നു. ഈ തുല്യ മൂല്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പൊതുവായ ഒരു രൂപം, വിനിമയ രൂപം വരുന്നു. ഈ വിനിമയ രൂപമാണ് വാസ്തവത്തിൽ എന്താ പറയുക, പണത്തിന്റെ രൂപം ആർജിക്കുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ ഈ വിനിമയ രൂപം ഏതായിരുന്നു? ഏറ്റവും പ്രാചീനമായ വിനിമയ രൂപമായിട്ട് നിന്നത് പശുക്കളും ആടുകളും ഒക്കെയാണ്. നമ്മുടെ ചരിത്രത്തിൽ ഈ പശുവിന് വലിയ പ്രാധാന്യം വന്നത് ഇങ്ങനെ കൂടിയാണ് കേട്ടോ. ഈ കൈമാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുലന രൂപമായിരുന്നു പശുക്കൾ ആടുകളൊക്കെ. ആടുകളെ കൈമാറുക, പശുക്കളെ കൈമാറുക. ഒരു അഗ്രേറിയൻ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് അതാണ്. അത് കൈമാറ്റം. ഇപ്പോ മഹാഭാരതത്തെ കുറിച്ചുള്ള ചർച്ചയിലൊക്കെ പറയുമ്പോ RS ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആദ്യകാല പാഠങ്ങളിൽ നാണയ രൂപമായി പരാമർശിക്കുന്നത്, നാണയം വരുന്നത് ഈ മൗര്യന്മാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാണയം അച്ചടിക്കുന്നത്. ചാപ്പകുത്ത് നാണയങ്ങൾ, അത് BC 4-ാം നൂറ്റാണ്ടൊക്കെ. അതിനു മുമ്പ് പലതരം നാണയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു നാണയത്തിന്റെ പേരായിട്ട് ശർമ്മ ഗോപുച്ഛം എന്ന് പറയുന്നുണ്ട്. ഗോപുച്ഛം, പശുവിന്റെ വാല്. പശുവിന്റെ വാല് എന്ന് വെച്ചാൽ പശു, പാല് മാത്രമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. പശു, ഗോപുച്ഛം. പശു നാണയരൂപം ആർജിക്കുന്നു. ആഭരണങ്ങൾ നാണയരൂപം, നിഷ്കം എന്നൊരു നാണയരൂപത്തെ കുറിച്ച്, ആഭരണ രൂപത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് പിന്നെ ത്രിനിഷ്കം, ദ്വിനിഷ്കം എന്നൊക്കെയുള്ള രൂപങ്ങളായിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പശുക്കളാവുന്നു, പിന്നെ വെള്ളി വരുന്നു, സ്വർണം വരുന്നു, ചില സവിശേഷ ആഭരണ രൂപങ്ങൾ വരുന്നു, നാണയങ്ങൾ വരുന്നു. ഇങ്ങനെ പൊതുവായ വിനിമയ മൂല്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പശുക്കളും ആടുകളും വെള്ളിയും സ്വർണവും ഒക്കെയായി നാണയരൂപം ഈ വിനിമയത്തിന്റെ അടുത്ത പടവിൽ ഉണ്ടാകുന്നു. യാദൃച്ഛിക വിനിമയം, വിനിമയങ്ങളുടെ തുലന വ്യവസ്ഥ, ഈ തുല്യമായ മൂല്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പൊതുരൂപം, ആ പൊതുരൂപത്തിന് കൈവരുന്ന നാണയ പദവി. ഈ നാണയ പദവിയിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനെ പണം എന്ന് വിളിക്കുന്നത്. ഈ പണമാണ് പിന്നെ കറൻസി ആയിട്ട് അച്ചടിക്കാവുന്നത്. കറൻസി അച്ചടിക്കുമ്പോൾ എന്താണ്? 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് തത്തുല്യമായ സ്വർണം നൽകുന്നതാണ് എന്ന സർക്കാർ വാഗ്ദാനമാണ് പണം. ഇപ്പൊ വാഗ്ദാനം മാത്രമേ ഉള്ളൂ, സ്വർണമൊന്നുമില്ല. എങ്കിലും വാഗ്ദാനം ഉണ്ട്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ കച്ചവടമൊക്കെ നടത്തുന്നത്. വളരെ വിചിത്രമായ ഒരു സാധനമാണ്. ഇതിന്റെ പുറകിൽ ഇത്രയും മൂല്യം ഉണ്ടെന്നാ കരുതുക. എവിടെയാ മൂല്യം എന്ന് ചോദിച്ചിട്ടില്ല, എങ്കിലും ഈ മൂല്യമുണ്ട്. അതിനുശേഷം അടുത്ത പടവിൽ കടപ്പത്രങ്ങൾ വരുന്നു, ബാങ്കുകളൊക്കെ ഓഹരികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബോണ്ടുകൾ ഒക്കെ വരുന്നു. ഇവയുടെ ഒക്കെ പിന്നിൽ ഇത്രയും മൂല്യമുണ്ട്, ആ മൂല്യത്തെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് വരുന്നു. ഇങ്ങനെ വിനിമയത്തിലൂടെ മൂല്യത്തെ തുലനപ്പെടുത്തി ആ വിനിമയത്തിലൂടെ തുലനപ്പെടുത്തുന്ന മൂല്യത്തിന് ഒരു പൊതുരൂപം നൽകി ആ പൊതുരൂപത്തെ പണമാക്കി ആ പണത്തെ പിന്നെ പലതരം രൂപങ്ങളിൽ വിന്യസിച്ചുകൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ഈ കൈമാറ്റ വ്യവസ്ഥ വികസിച്ച് വന്നത്. ഇവിടെ മാർക്സ് പറയുന്ന ഒരു കാര്യം ഇത്രയും വ്യക്തമാണെന്ന് കരുതുന്നു ഏകദേശം. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്തുവിലടങ്ങിയ അധ്വാനത്തിന്റെ തോതാണ് അതിന്റെ മൂല്യമായി തീരുന്നത്. ഈ മൂല്യത്തെയാണ് നമ്മൾ ഒരു പൊതുവായ മാനദണ്ഡം കൊണ്ട്, പൊതു രൂപം കൊണ്ട് രേഖപ്പെടുത്തുന്നത് അഥവാ പണമായി കരുതുന്നത്. 5 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ഇതിലടങ്ങിയ അധ്വാനത്തിന്റെ മൂല്യം ഇതാണ്. 5 രൂപയാണ് മറ്റതിന്റെയും വില, അതിലടങ്ങിയ അധ്വാനത്തിന്റെ മൂല്യവും ഇതാണ്, 5 രൂപയാണ്. അതുകൊണ്ട് ആ വസ്തുവും ഈ വസ്തുവും തുല്യ വിലയുള്ളതാണ്. തുല്യ വിലയാണ് ആദ്യം, തുല്യ മൂല്യമാണ് ആദ്യം സങ്കല്പിച്ചത്. ആ തുല്യ മൂല്യത്തെയാണ് തുല്യമായ വിലയായിട്ട് നമ്മൾ പിന്നെ എന്താ പറയാ വിനിമയത്തിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇങ്ങനെ വിനിമയങ്ങളിലൂടെ ഒരു വസ്തുവിന് കൈവരുന്ന മൂല്യത്തെയാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് അദ്ദേഹം വിളിക്കുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ അതുകൊണ്ട് അതിന്റെ ഉപയോഗ മൂല്യമല്ല. എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വസ്തു ഒരു സോഷ്യൽ റിലേഷനകത്ത് പെടണം. വ്യക്തമാണല്ലോ. ഒരു സോഷ്യൽ റിലേഷനുള്ളിലേക്ക് വന്ന് കൈമാറ്റത്തിന്റെ ഒരു ശൃംഖലയിലേക്ക് ഒരു വസ്തു ചേർന്നാൽ മാത്രമാണ്, ഉൾപ്പെട്ടാൽ മാത്രമാണ് എന്തുള്ളൂ വിനിമയ മൂല്യം വരും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലിരിക്കും.
വീട്ടിലിരിക്കുന്ന കസേരയ്ക്ക് വിലയൊന്നുമില്ല. കസേരയ്ക്ക് വില എന്നത് എപ്പോഴാണ്? കമ്പോളത്തിലെത്തുമ്പോഴാണ്. കമ്പോളത്തിൽ എപ്പോഴെങ്കിലും എത്തിക്കാന്നുള്ളത് കൊണ്ട് വിലയുണ്ടെന്ന് നാം കരുതുന്നു. പക്ഷെ കമ്പോളത്തിൽ എത്തുന്നില്ലെങ്കിൽ വിലയില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, മെറ്റീരിയൽ കണ്ടന്റ് ആണ് യൂസ് വാല്യൂ, സോഷ്യൽ ഫോം ആണ് എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വസ്തുവിലുള്ള മെറ്റീരിയൽ കണ്ടന്റ് ആണ് അതിന്റെ യൂസ് വാല്യൂ, സോഷ്യൽ ഫോം ആണ് അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ. ഈ സോഷ്യൽ ഫോം സവിശേഷ സമൂഹ ബന്ധങ്ങൾക്കകത്ത് നിലവിൽ വരുന്നതാണ്, ശാശ്വതമല്ല. കാരണം എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയ അധ്വാനമാണ് അതിന്റെ മൂല്യമായി തീരുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയ അധ്വാനമാണ് മൂല്യമായി തീരുന്നത് എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം, ഈ വസ്തുവിൽ അടങ്ങിയ അധ്വാനം എല്ലാ കാലത്തും ഒരുപോലെയാണോ? അല്ല. ഒരു കസേര ഉണ്ടാക്കാൻ വേണ്ട അധ്വാനം എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു അതാവണമെന്നില്ല 19-ാം നൂറ്റാണ്ടിൽ, അതല്ല 21-ാം നൂറ്റാണ്ടിൽ. ഒരു പ്ലാസ്റ്റിക് കസേര ഉണ്ടാക്കുന്ന അധ്വാന മൂല്യമല്ല ഒരു മരക്കസേര ഉണ്ടാക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ ആഡംബരമുള്ള ഒരു കസേര ഉണ്ടാക്കാൻ വേണ്ട മൂല്യമല്ല സാധാരണ ഒരു കസേര ഉണ്ടാക്കാൻ വേണ്ടത്. അതുകൊണ്ട് അധ്വാനത്തിന്റെ തോത് എന്ന് പറയുന്നത് വേരി ചെയ്യും, ഏറിക്കൊണ്ടുകൊണ്ടിരിക്കും. സാഹചര്യങ്ങൾ, ഭൗതിക വസ്തുക്കളുടെ ലഭ്യത, ഇതൊക്കെ ഒരു വസ്തുവിൽ അടങ്ങിയ അധ്വാന മൂല്യത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അധ്വാനത്തിന്റെ തോത് കൂടുമ്പോൾ മൂല്യം കൂടും, അധ്വാനത്തിന്റെ തോത് കുറയുമ്പോൾ മൂല്യം കുറയുമ്പോൾ വില കുറയുകയും ചെയ്യും. അധ്വാനത്തിന്റെ തോത് കുറയുമ്പോൾ മൂല്യത്തിന് കുറവ് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്ഷാമം വന്നാൽ എന്തായി? ക്ഷാമം വരുമ്പോ ഒരു വിളനാശം വന്ന് ഭക്ഷ്യവസ്തുക്കൾ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മിനിമം ഭക്ഷ്യവസ്തുക്കളേ ഉള്ളൂ. ആ മിനിമം ഭക്ഷ്യവസ്തുക്കളിലാണ് ഈ മുഴുവൻ അധ്വാനം സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ സംഗ്രഹിക്കപ്പെട്ട അധ്വാന ശക്തിയുടെ തോത് വളരെ കൂടി, വില കൂടി. മറിച്ച് വൻതോതിൽ ഉൽപ്പന്നമാകുമ്പോ അതിൽ സന്നിഹിതമായിട്ടുള്ള അധ്വാന ശക്തിയുടെ തോത് കുറയുന്നു, വില കുറയുകയും ചെയ്യുന്നു. ഈ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ പെരുകുമ്പോ ഓരോ ഉൽപ്പന്നത്തിലും ഇത് യന്ത്രവൽക്കരണം വഴി വരുത്താട്ടോ. മാർക്സ് പിന്നെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അധ്വാന ശക്തിയുടെ കമ്പോണന്റ് കുറച്ച് കൊണ്ടുവന്ന് ലാഭത്തിന്റെ കമ്പോണന്റിനെ മുതലാളിത്തം കൂട്ടി കൊണ്ടുവരുന്നത്. അത് മാർക്സിന്റെ സുപ്രധാനമായ ഒരു ചർച്ചാ വിഷയമാണ്. പിന്നീട് ഞാനത് പറയാം, ഇതൊക്കെ പറഞ്ഞെത്തുമെങ്കിൽ. ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. ഈ അധ്വാന മൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത് വസ്തുക്കളിൽ നിലീനമായിട്ടുള്ള അധ്വാനമാണ് അതിനെ മൂല്യം ആക്കുന്നത്. ഈ മൂല്യത്തിന്റെ തുലന രൂപമായിട്ടാണ് പണം നിലവിൽ വരുന്നത്. പണത്തെ മുൻനിർത്തിയാണ് നാം ഇപ്പോ വിനിമയത്തിൽ ഏർപ്പെടുന്നത്. ഈ പണത്തിന് വിനിമയ വിധേയമാകുന്ന വസ്തുക്കളായിട്ടാണ് ചരക്കുകൾ നിലനിൽക്കുന്നത്. ഈ ചരക്കുകളാണ്, വീണ്ടും നാം ആദ്യത്തെ വാക്യത്തിലേക്ക് വരണം, ഈ ചരക്കുകളാണ് മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന സമൂഹങ്ങളിലെ സമ്പത്തിന്റെ അടിസ്ഥാന സ്വഭാവം. മുതലാളിത്തത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ചരക്കുകളാണ് അതിന്റെ കേന്ദ്രം, അല്ലാതെ സ്ഥാവര രൂപത്തിലുള്ള സ്ഥിര രൂപത്തിലുള്ള സംഗതികളല്ല. കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ചരക്കാണ്. അതുകൊണ്ട് ചരക്ക് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് മുതലാളിത്തം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ മാർക്സ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണം. മാർക്സ് പറയുന്നു, എന്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചരക്ക്? മനുഷ്യ അധ്വാനത്തിന്റെ ക്രിസ്റ്റലൈസ്ഡ് ഫോമാണ് ഒരു വസ്തു. ആ ക്രിസ്റ്റലൈസ്ഡ് ഫോമിന് ഒരു സോഷ്യൽ ഫോം കൈവരുന്നു, അതാണ് ചരക്ക്, എക്സ്ചേഞ്ച് വാല്യൂ. അതുകൊണ്ട് എന്താണ് വാസ്തവത്തിൽ ഒരു വസ്തുവിലുള്ളത്? വാസ്തവത്തിൽ വസ്തുക്കളിലുള്ളത് മനുഷ്യന്റെ അധ്വാനമാണ്. പക്ഷേ ഈ അധ്വാനം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതിന്റെ വില 5 റുപ്യ, അതിന്റെ വില 5 റുപ്യ. അതുകൊണ്ട് അതും ഇതും തുല്യ വിലയാണ്. വാസ്തവത്തിൽ അതിലും ഇതിലുള്ളത് എന്താണ്? അതിലും ഇതിലുമുള്ളത് 5 റുപ്യയല്ല, മറിച്ച് 5 റുപ്യക്ക് തുല്യമായ മനുഷ്യ അധ്വാനം. മനുഷ്യന്റെ അധ്വാനം എന്ന് പറയുന്നത്, ഈ അധ്വാനത്തിൽ നിന്ന് അതിന് കൈവന്ന വസ്തുരൂപമാണ്, വിപണിയിലേക്ക് എത്തിയ വസ്തുരൂപമാണ് ചരക്ക്. ഈ ചരക്കുകൾ തമ്മിലുള്ള ബന്ധമായിട്ട് ആണ് ഈ അധ്വാനം നമ്മുടെ മുമ്പിൽ എത്തുന്നത്. മാർക്സ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. മനുഷ്യന്റെ അധ്വാനത്തിലൂടെ നിലവിൽ വന്ന ഒരു വസ്തു, ഈ വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം വാസ്തവത്തിൽ മനുഷ്യ അധ്വാനം തമ്മിലുള്ള ബന്ധമാണ്. ഇതിലടങ്ങിയ മൂല്യവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതിലടങ്ങിയ അധ്വാനവും തമ്മിലുള്ള ബന്ധമാണ്.
പക്ഷെ അധ്വാനം തമ്മിലുള്ള ബന്ധമായിട്ട് നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്തായിട്ടാണ്? വസ്തുക്കൾ തമ്മിലുള്ള ബന്ധമായിട്ടാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധത്തെ മറച്ചു വെച്ചുകൊണ്ട് അവയ്ക്ക് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധരൂപമായിട്ട് മാറുന്നു. വാസ്തവത്തിലുള്ളത് മനുഷ്യന്റെ അധ്വാനം ഉണ്ടാക്കിയ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഈ മൂല്യങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മുടെ കാഴ്ചയിൽ നിന്ന് പോവുകയും മൂല്യങ്ങൾ കാഴ്ചയിൽ നിന്ന് മറയുകയും പകരം വസ്തുക്കൾ കാഴ്ചയിൽ നിറയുകയും വസ്തുക്കൾ തമ്മിലുള്ള ബന്ധമായിട്ട് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ തെളിയാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനെയാണ് മാർക്സ് ഫെറ്റിഷിസം ഓഫ് കമ്മോഡിറ്റീസ്, ചരക്കുകളുടെ വിഗ്രഹവൽക്കരണം എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ ചരക്കിലുള്ളത് മൂർത്തമായ മനുഷ്യാധ്വാനം. പക്ഷെ മൂർത്തമായ മനുഷ്യാധ്വാനം മറച്ചു വെക്കപ്പെടുകയും അത് പിന്തള്ളപ്പെടുകയും അതിന്റെ മുകളിൽ വസ്തുരൂപം, ചരക്കിന്റെ വസ്തുരൂപം ദൃഢമായി തീരുകയും